Welcome to Plus 2 Chemistry online classes. Today we are discussing about solid state, the second part of the solid state. Next topic, number of atoms in a unit cell. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് സെല്ലിനെ പറ്റിയാണ്. ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെൽ, സിമ്പിൾ ക്യൂബിക്, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ്, എൻ സെൻറ്റേഡ് തുടങ്ങിയ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ടൈപ്പ് യൂണിറ്റ് സെല്ലും എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും, നമ്പർ ഓഫ് ആറ്റംസിൻ്റെ കാൽക്കുലേഷനാണ്. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിമ്പിൾ ക്യൂബിക്, BCC, FCC തുടങ്ങിയ ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ എത്രത്തോളം നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം സിമ്പിൾ ക്യൂബിക്, BCC, FCC തുടങ്ങിയ ഇമേജ്. ഈ പിക്ചർ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. കാരണം 8 കോർണർ ഉണ്ടാവും. അപ്പോൾ 8 കോർണറിലും ഇൻറ്റു 1/8, കാരണം ക്യൂബിൻ്റെ 8 കോർണർ ആയതുകൊണ്ട് തന്നെ ഓരോ കോർണറും 8 മറ്റ് ക്യൂബുകളായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ 8 × 1/8, സോ ദാറ്റ്സ് ഈക്വൽ ടു 1. അങ്ങനെ നമുക്ക് ഒരു നമ്പർ ഓഫ് ആറ്റംസ് ആണ് സിമ്പിൾ ക്യൂബിക് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ ഉണ്ടാവുക. ഒരേ ഒരു നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവുക. രണ്ടാമത്തത് BCC അല്ലെങ്കിൽ ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ എത്രത്തോളം നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും. BCC എന്ന് പറഞ്ഞാൽ ക്യൂബിക്കിൻ്റെ കൂടെ, സിമ്പിൾ ക്യൂബിക്കിൻ്റെ കൂടെ ബോഡിയുടെ സെൻറ്ററിൽ കൂടെ ഒരു പാർട്ടിക്കിൾ വരും. അങ്ങനെയാണ് ബോഡി സെൻറ്റേഡ് എന്ന് പേര് വരുന്നത്. അപ്പോൾ 8 × 8 കോർണർ, നേരത്തെ പറഞ്ഞ പോലെ 8 × 1/8 പ്ലസ് ഒരു ബോഡിക്ക് ഒരു സെൻറ്റർ ഉണ്ടാവുള്ളൂ, +1. അപ്പോൾ ടോട്ടൽ 2 പാർട്ടിക്കിൾ, 2 നമ്പർ ഓഫ് പാർട്ടിക്കിൾസാണ് ആർക്ക് ഉണ്ടാവുക, ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ഉണ്ടാവുക. 2 അല്ലെങ്കിൽ 2 നമ്പർ ഓഫ് പാർട്ടിക്കിൾസാണ് ഉണ്ടാവുക. ഇനി മൂന്നാമത്തത് ഫേസ് സെൻറ്റേഡ്. ശ്രദ്ധിക്കേണ്ടത് ക്യൂബിന് 6 ഫേസ് ഉണ്ട്. ഈ ഓരോ ഫേസും തൊട്ടടുത്ത ക്യൂബായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 6 × 1/2, ഓരോ ഫേസും തൊട്ടടുത്ത ക്യൂബായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. 6 × 1/2 പ്ലസ് 8 × 1/8, അങ്ങനെ ടോട്ടൽ 4 FCCയിലെ നമ്പർ ഓഫ് ആറ്റംസ്. ഫേസ് സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ 6 ഫേസ് ഉണ്ട്. 6 ഫേസിലും ഓരോ പാർട്ടിക്കിൾ ഉണ്ടാവും. പക്ഷേ ആ 6 ഫേസിൻ്റെയും തൊട്ടടുത്ത ക്യൂബായിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ 6 × 1/2, കാരണം 2 ക്യൂബ് തമ്മിൽ ഒരു ഫേസ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് 6 × 1, 8 × 1/8, സോ 3 + 1 4. അങ്ങനെ 4 പാർട്ടിക്കിൾ അല്ലെങ്കിൽ 4 FCCയിലെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ക്യൂബിക്കിൽ 1 നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ബോഡി സെൻറ്റേഡ് ക്യൂബിക്കിൽ BCCയിൽ 2 FCCയിൽ 4 നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. നെക്സ്റ്റ് ടേം, ക്ലോസ് പാക്കിംഗ് ഇൻ സോളിഡ്സ്. സോളിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസിൻ്റെ ക്ലോസ് പാക്കിംഗ്, എങ്ങനെയാണ് ഇവയെ പാക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസിൻ്റെ സോളിഡ് സ്റ്റേറ്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതാണ് നമ്മൾ ക്ലോസ് പാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ സോളിഡ് സ്റ്റേറ്റ് ദ പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ക്ഡ്. ഇൻ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചേഴ്സ് ദ പാർട്ടിക്കിൾസ് ആർ കൺസിഡേർഡ് ആസ് ഹാഡ് സ്ഫിയേഴ്സ്. നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസിനെ വളരെ അടുത്ത്, വളരെ ക്ലോസ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ ക്ലോസ് ആയിട്ടാണ്. ഇൻ്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും, വളരെ അടുത്തായിരിക്കും സോളിഡ് സബ്സ്റ്റൻസിൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്കിൾസ് നമ്മൾ ക്ലോസ് ഹാർഡ് സ്ഫിയർ ആയിട്ടാണ്, ഗോളാകൃതിയിലുള്ള സബ്സ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. നമുക്ക് 3 വയസ്സിൽ പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാം, പാക്ക് ചെയ്യാം. ഒന്ന് ക്ലോസ് പാക്കിംഗ് ഇൻ 1 ഡയമെൻഷൻ, മറ്റൊന്ന് ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ, മൂന്നാമത്തത് ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻ. ഫസ്റ്റ് വൺ, ക്ലോസ് പാക്കിംഗ് ഇൻ 1 ഡയമെൻഷൻ. ഹിയർ ദ സ്ഫിയേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ റോ ടച്ചിങ് ഈച്ച് അതർ. ഇവിടെ സ്ഫിയേഴ്സ് പരസ്പരം ടച്ച് ചെയ്യുന്ന രൂപത്തിൽ, ഒരു സ്ഫിയർ തൊട്ടടുത്ത സ്ഫിയറിനെ ടച്ച് ചെയ്യുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിലെ പിക്ചർ കാണാൻ പറ്റും, ഒരു സ്ഫിയർ തൊട്ടടുത്ത സ്ഫിയറിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സ്ട്രക്ചറിലാണ് 1 ഡയമെൻഷനിൽ അറേഞ്ച് ചെയ്യുക. So in this arrangement each sphere is in the contact with 2 adjacent spheres, so the coordination number is 2. ഒരു സ്ഫിയർ തൊട്ടടുത്ത 2 സ്ഫിയറായിട്ട് കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ 2 ആയിരിക്കും. അപ്പോൾ ഇതാണ് ക്ലോസ് പാക്കിംഗ് ഇൻ 1 ഡയമെൻഷൻ എന്ന് പറയുന്നത്. 1 ഡയമെൻഷൻ നമ്മൾ എന്ത് ചെയ്യും, സ്ഫിയേഴ്സിനെ പരസ്പരം ടച്ച് ചെയ്യുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്യുക. ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ 2 ആയിരിക്കും. ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ, നമുക്ക് 2 ഡയമെൻഷനിലായിട്ട് എങ്ങനെ സ്ഫിയേഴ്സിനെ എങ്ങനെ ഏതൊക്കെ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, അതാണ് 2 ഡയമെൻഷൻ എന്ന് പറയുന്നത്, ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ.
നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. 2 ഡയമെൻഷനിൽ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങും ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും ഉണ്ട്. സ്ക്വയർ ക്ലോസ് പാക്കിങ്ങും ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും ഉണ്ട്. ഫസ്റ്റ് വൺ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഇൻ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് the spheres of the second row are placed exactly above those of the first row. In this arrangement each sphere is contacted with 4 adjacent spheres, so the coordination number is 4. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് റോവിൻ്റെ തൊട്ട് അതേ പൊസിഷനിൽ എന്ത് ചെയ്യുക, സെക്കൻഡ് റോ വരിക. ഫസ്റ്റ് റോയിലെ സ്ഫിയറിൻ്റെ അതേ പൊസിഷനിൽ സെക്കൻഡ് റോ വരിക, തൊട്ടടുത്ത് അങ്ങനെ തന്നെ അങ്ങനെ അറേഞ്ച് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയാം. നമ്മൾ ഒരു സ്ഫിയർ എടുത്ത് ഒരു റോയിൽ സ്ഫിയർ അറേഞ്ച് ചെയ്തു, തൊട്ടടുത്ത റോയിൽ എന്ത് ചെയ്യുക, മുകളിലത്തെ റോവിൻ്റെ അതേ സ്പേസിൽ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, അതേ ബേസിൽ അറേഞ്ച് ചെയ്യുക. അതാണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് നടക്കുക. സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ കോർഡിനേഷൻ നമ്പർ 4 ആയിരിക്കും. ഒരു സ്ഫിയർ 4 തൊട്ടടുത്ത സ്ഫിയേഴ്സായിട്ട് കോർഡിനേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് രണ്ടാമത്താണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് spheres of the second row are placed in the depressions of the first row. The spheres in the third row are placed in the depression of the second row and so on. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് റോയുടെ ഡിപ്രഷനിലാണ് സെക്കൻഡ് റോയിലെ സ്ഫിയേഴ്സ് അറേഞ്ച് ചെയ്യുക, സെക്കൻഡ് റോയുടെ ഡിപ്രഷനാണ് തേർഡ് റോയിലെ സ്ഫിയേഴ്സ് അറേഞ്ച് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സ്ഫിയേഴ്സ് അറേഞ്ച് ചെയ്തു, അതിനൊരു എന്തുണ്ടാവും, 2 റോ തമ്മിലൊരു വിടവ് ഉണ്ടാവുമല്ലോ. ആ വിടവിൽ സെക്കൻഡ് റോ എന്ത് ചെയ്യുക, ഓരോ വിടവിലും സെക്കൻഡ് റോയിലെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുക, സ്ഫിയേഴ്സ് അറേഞ്ച് ചെയ്യുക. ഇങ്ങനെ സെക്കൻഡ് റോ അറേഞ്ച് ചെയ്തതിലൊരു ഡിപ്രഷനിലേക്ക് വിടവ് ഉണ്ടാവുമല്ലോ, ഒരു കുഴി പോലെ ഉണ്ടാവുമല്ലോ, അവിടെ നമ്മൾ തേർഡ് റോയിൽ സ്ഫിയേഴ്സ് അറേഞ്ച് ചെയ്യുക. ഈ ഒരു ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. നിങ്ങൾക്കിത് നമ്മുടെ ഫ്രൂട്ട്സ് കടകളിലൊക്കെ ഓറഞ്ചൊക്കെ അറേഞ്ച് ചെയ്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചിലർ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ ചെയ്യുന്ന കാണാം. കാരണം അവർ ആദ്യത്തെ റോ ഓറഞ്ച് അറേഞ്ച് ചെയ്തു, തൊട്ടടുത്തത് എന്ത് ചെയ്യും, ഓരോന്നിൻ്റെയും ഈ ഡിപ്രഷനിൽ കൊണ്ടിട്ടാണ് തൊട്ടടുത്ത് വെക്കുക, സെക്കൻഡ് റോ വെക്കുക, പിന്നെ വേണ്ടി ഡിപ്രഷനിലാണ് തേർഡ് റോ വെക്കുക. ഈ ഒരു ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് അവിടെ കാണാൻ പറ്റും. ഡയമെൻഷനിൽ നമ്മൾ ഒന്നാമത്തത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് പറഞ്ഞു. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഫിയർ തൊട്ടടുത്ത 4 സ്ഫിയറായിട്ട് കോൺടാക്ട് ചെയ്യും, നമുക്കൊരു സ്ക്വയർ വരയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ ടൈപ്പായ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ഫിയർ ഡിപ്രഷനിലാണ് അടുത്ത റോ വെക്കുന്നത്, അതിൻ്റെ ഡിപ്രഷനിൽ അടുത്ത റോ വെക്കുന്നു. അപ്പോൾ ഒരു സ്ഫിയറിന് ചുറ്റും 6 സ്ഫിയർ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു ഹെക്സഗൺ നമുക്ക് വരയ്ക്കാൻ പറ്റും. അന്ന് ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കും. അതുകൊണ്ടാണ് ഒന്ന് സ്ക്വയറും ആവുന്നത്, ഒന്ന് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും ആവുന്നത്. 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഡയമെൻഷനിൽ പറഞ്ഞു, സ്ക്വയറും ഉണ്ട് ഹെക്സഗണലും ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണുള്ളത്. 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. രണ്ടാമത്തത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. നെക്സ്റ്റ് ഫസ്റ്റ് ടൈപ്പാണ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് തന്നെ, പക്ഷേ 3 ഡയമെൻഷണൽ വേ ആണെന്ന് മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ. Spheres of the second layer are placed exactly above those of the first layer. In this arrangement, spheres of the both layers are perfectly aligned horizontally as well as vertically. The spheres of the third layer are placed exactly above those of the second layer and so on. ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ വെക്കും, സെക്കൻഡ് ലെയറിൻ്റെ മുകളിൽ തേർഡ് ലെയർ വെക്കും, എക്സാക്ട്ലി അതേ പൊസിഷനിൽ വെക്കും. പിന്നെ അങ്ങനെ പോകും. ഈ ഒരു ടൈപ്പ് നമുക്ക് എ ടൈപ്പ് എന്ന് പറയാം. കാരണം എയുടെ പോലെ തന്നെ ഫസ്റ്റ് റോ എ ആക്കി എടുത്താൽ സെക്കൻഡ് റോവും എ തന്നെയാണ്, തേർഡ് റോവും എ ആണ്. അപ്പോൾ നമുക്ക് എ ടൈപ്പ് എന്ന് പറയാം. ഇതാണ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഫോം ചെയ്യുന്ന ലാറ്റിസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ക്യൂബിക് സെൽ ആയിരിക്കും, അല്ലെങ്കിൽ പ്രിമിറ്റീവ് ക്യൂബിക് സെൽ ആയിരിക്കും. എന്തിൽ ഫോം ചെയ്യുന്നത്, 3 ഡയമെൻഷണൽ ക്ലോസ് ഫോം ചെയ്യുന്നത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഫോം ചെയ്യുന്നത് സിമ്പിൾ ക്യൂബിക് ആയിരിക്കും, അല്ലെങ്കിൽ പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ ആയിരിക്കും ഇതിൽ നിന്ന് ഫോം ചെയ്യുന്ന ലാറ്റിസ്. പിന്നെ ഈ ടൈപ്പ് എ ടൈപ്പ് ആയിരിക്കും. ഫസ്റ്റ് റോ എ ആണ്, സെക്കൻഡ് റോം എ ആണ്, തേർഡ് റോം എ ആണ്. അപ്പോൾ എ ടൈപ്പ്. സെക്കൻഡ് ടൈപ്പ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഇവിടെ first layer is arranged as a hexagonal manner. The second layer is placed above the depressions of the first layer. On placing the second layer, there arises 2 type of voids, tetrahedral voids and octahedral voids. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് ലെയർ ഹെക്സഗൺ ആയിട്ടാണ് ചെയ്യുക. നമ്മൾ പറഞ്ഞല്ലോ ഹെക്സഗൺ ഒരു സ്ക്വയറിന് ഒരു സ്ഫിയറിന് ചുറ്റും 6 അതർ സ്ഫിയേഴ്സ് ഉണ്ടാവും. അതിന് ഡിപ്രഷനിൽ അടുത്തത് വെക്കും. അപ്പോൾ നമ്മൾ തേർഡ് ലെയർ വെക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, വോയിഡ്സ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അവിടെ വോയിഡ്സ് ഫോം ചെയ്യും. വാക്കൻ്റ് സ്പേസിനാണ് നമ്മളെന്ത് പറയുക, വോയിഡ്സ് എന്ന് പറയാം. 2 ടൈപ്പ് വോയിഡ്സ് ഉണ്ടാവുക, ടെട്രാഹെഡ്രൽ വോയിഡ്സും
ഒക്ടാഹെഡ്രൽ വോയിഡ്സും ടെട്രാഹെഡ്രൽ വോയിഡ്സും ഒക്ടാഹെഡ്രൽ വോയിഡ്സും. അപ്പോൾ നമുക്ക് 2 ടൈപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? 3 ഡയമെൻഷനിലായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഒന്ന് കവറിങ് ടെട്രാഹെഡ്രൽ വോയിഡ്സ്, നമുക്ക് ടെട്രാഹെഡ്രൽ വോയിഡിനെ കവർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മൂന്നാമത്തെ ലെയർ അറേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ 2 ഡയമെൻഷൻ ആണല്ലോ 3 ഡയമെൻഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ 3rd ലെയറിൽ നമുക്ക് കവറിങ് ടെട്രാഹെഡ്രൽ വോയിഡ്സും പോസിബിളാണ്, കവറിങ് ഒക്ടാഹെഡ്രൽ വോയിഡ്സും പോസിബിളാണ്. അപ്പോൾ കവറിങ് ടെട്രാഹെഡ്രൽ വോയിഡ്സ്, ഇവിടെ സ്ഫിയേഴ്സ് ഓഫ് ദി 3rd ലെയർ ആർ പ്ലേസ്ഡ് എബവ് ദ ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഓൺ ദ 2nd ലെയർ. നമ്മുടെ 3rd ലെയർ എന്ന് പറഞ്ഞാൽ 2nd ലെയറിലെ ടെട്രാഹെഡ്രൽ വോയിഡ്സിൻ്റെ മുകളിലായിരിക്കും എന്ത് ചെയ്യുക? 3rd ലെയർ പ്ലേസ് ചെയ്യുക. മൂന്നാമത്തെ സ്ഫിയർ രണ്ടാമത്തതിൻ്റെ മുകളിലെ ടെട്രാഹെഡ്രൽ വോയിഡ്സ്, ഒഴിവ് വരുന്ന സ്പേസിനാണ് വോയിഡ്സ് എന്ന് പറയുക. അവിടെ കൊണ്ടുവച്ചിട്ട് മൂന്നാമത്തെ ലെയർ പ്ലേസ് ചെയ്യും. അതാണ് കവറിങ് ടെട്രാഹെഡ്രൽ വോയിഡ്സ്. അപ്പോൾ അത് എ ബി ടൈപ്പ് ആയിരിക്കും വരിക. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് HCP ഈ ഒരു ടൈപ്പാണ്. നമ്മുടെ മഗ്നീഷ്യം, സിങ്ക് തുടങ്ങിയ മെറ്റൽസിലും ഈ ഒരു കവറിങ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആണ്, അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ് ഉണ്ടാവുക. ഇനി അടുത്തത് കവറിങ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. നമ്മൾ മൂന്നാമത്തെ ലെയർ 3rd ലെയർ 2nd ലെയറിലെ ഒക്ടാഹെഡ്രൽ വോയിഡ്സിൻ്റെ മുകളിൽ കവർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? മൂന്നാമത്തെ ലെയർ ഫില്ല് ചെയ്യുക. ആ ഒരു അറേഞ്ച്മെൻ്റ് ആണിത്. ഇതിൽ 3rd ലെയർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഫസ്റ്റ് ഓർ 2nd ലെയർ, ബട്ട് ദ സ്ഫിയർ ഓഫ് ദി 4th ലെയർ ഈസ് വെർട്ടിക്കലി അബോവ് ദോസ് ഓഫ് ദി ഫസ്റ്റ് ലെയർ. അപ്പോൾ ഇവിടെ എന്ത് വെച്ചാൽ 3rd ലെയർ ഫസ്റ്റ് ലെയറിനും 2nd ലെയറിനും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ 4th ലെയർ എന്തായിരിക്കും? ഫസ്റ്റ് ലെയർ പോലെ തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ എ ബി സി ടൈപ്പാണ് ഇവിടെ ഫോം ചെയ്യുക. എ ബി സി ടൈപ്പ്. നേരത്തെ കവറിങ് ടെട്രാഹെഡ്രലിൽ എ ബി ടൈപ്പ് ആയിരുന്നു. കവറിങ് ഒക്ടാഹെഡ്രലിൽ എ ബി സി ടൈപ്പാണ് വരിക. ഇത് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് CCP ഓർ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് FCC ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷനോട് പറയും. ഈ സാധനത്തിന് ഈ ഒരു അറേഞ്ച്മെൻറ്റ് പറയുന്ന പേര് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്, CCP ക്ലോസ് പാക്കിംഗ്, അല്ലെങ്കിൽ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് FCC ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻ എന്ന് പറയും. നമ്മുടെ കോപ്പർ മെറ്റൽ, സിൽവർ മെറ്റലൊക്കെ ഈ ഒരു ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആണ്. നമുക്ക് വോയിഡ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. വോയിഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. വോയിഡ്സ്, ദ വാക്കൻറ്റ് സ്പേസ് ഇൻ ക്ലോസ് പാക്ക്ഡ് അറേഞ്ച്മെൻറ്റ് ഈസ് കോൾഡ് വോയിഡ്സ്. ദീസ് ആർ 2 ടൈപ്പ് ഓഫ് വോയിഡ്സ്, ടെട്രാഹെഡ്രൽ വോയിഡ്സ് ആൻഡ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചറിൽ വരുന്ന അറേഞ്ച്മെൻറ്റ് വരുന്ന വാക്കൻറ്റ് സ്പേസ് നമ്മൾ വോയിഡ്സ് എന്ന് പറയാം. ഒഴിവ് വരുന്ന സ്പേസ്. 2 ടൈപ്പ് വോയിഡ്സ് ഉണ്ട്, ടെട്രാഹെഡ്രൽ വോയിഡും ഒക്ടാഹെഡ്രൽ വോയിഡും. ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞാൽ എ വോയിഡ് സറൗണ്ടഡ് ബൈ 4 സ്ഫിയേഴ്സ് ഇൻ ടെട്രാഹെഡ്രൽ പൊസിഷൻ. ഒരു വോയിഡിനെ ടെട്രാഹെഡ്രൽ പൊസിഷനിൽ 4 സ്ഫിയേഴ്സ് എന്ത് ചെയ്യുക? കവർ ചെയ്യുക അല്ലെങ്കിൽ സറൗണ്ട് ചെയ്യുക. ആ ഒരു വോയിഡിന് പറഞ്ഞ പേരാണ് ടെട്രാഹെഡ്രൽ. ഇൻ ക്ലോസ് പാക്കിംഗ് അറേഞ്ച്മെൻറ്റ് ദ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഈസ് ഡബിൾ ദ നമ്പർ ഓഫ് സ്ഫിയേഴ്സ്. എത്ര സ്ഫിയർ ഉണ്ടോ അതിൻ്റെ ഇരട്ടി ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവും. എണ്ണം n ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഡബിൾ വോയിഡ്സ് ഉണ്ടാവും. ഇപ്പോൾ 2n ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവും. n സ്ഫിയേഴ്സ് ഉണ്ടെങ്കിൽ 2n ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവും. ഇത് വെച്ച് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇനി ഒക്ടാഹെഡ്രൽ വോയിഡ്സ്, എ വോയിഡ് സറൗണ്ടഡ് ബൈ 6 സ്ഫിയേഴ്സ് ഇൻ ഒക്ടാഹെഡ്രൽ പൊസിഷൻ ഈസ് കോൾഡ് ഒക്ടാഹെഡ്രൽ വോയിഡ്. ഒരു വോയിഡിനെ 6 സ്ഫിയേഴ്സ് ഒക്ടാഹെഡ്രൽ പൊസിഷനിൽ സറൗണ്ട് ചെയ്യുക. ഇതിന് പറഞ്ഞവരാണ് ഒക്ടാഹെഡ്രൽ വോയിഡ് എന്നുള്ളത്. നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്ഫിയേഴ്സ്. ഇവിടെ സ്ഫിയേഴ്സിന് എണ്ണത്തിന് ഈക്വൽ ആയിട്ട് മാത്രമേ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ n നമ്പർ ഓഫ് സ്ഫിയേഴ്സ് ഉണ്ടെങ്കിൽ n ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവും. പക്ഷേ n നമ്പർ ഓഫ് സ്ഫിയേഴ്സ് ഉണ്ടെങ്കിൽ 2n എന്തുണ്ടാവും? ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവും. അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. ടോപ്പിക്ക് പാക്കിംഗ് എഫിഷ്യൻസി. The percentage of the total space occupied by spheres is called packing efficiency. പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ സ്ഫിയേഴ്സ് ഒക്യുപ്പൈ ചെയ്യുന്ന ടോട്ടൽ സ്പേസിൻ്റെ എത്ര ഭാഗത്ത് നമ്മുടെ സ്ഫിയേഴ്സ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ പെർസെൻറ്റേജിന് പറഞ്ഞ പേരാണ് പാക്കിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വോളിയം ഒക്യുപ്പൈഡ് ബൈ ഓൾ ദ സ്ഫിയേഴ്സ് ഇൻ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ ഇൻറ്റു 100. സ്ഫിയേഴ്സ് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം ഡിവൈഡഡ് ബൈ യൂണിറ്റ് സെല്ലിൻ്റെ ടോട്ടൽ വോളിയം ഇൻറ്റു 100. നമ്മൾ എന്ത് ചെയ്യുക? പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് കാൽക്കുലേഷൻസ് ഓഫ് പാക്കിംഗ് എഫിഷ്യൻസി ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാക്കിംഗ് എഫിഷ്യൻസി ഇൻ HCP ആൻഡ് CCP. ഫസ്റ്റ് വൺ HCP ആൻഡ് CCP സ്ട്രക്ചറിലെ പാക്കിംഗ് എഫിഷ്യൻസി. നമ്മളൊരു ക്യൂബ് അസ്യൂം ചെയ്യും. ക്യൂബിൽ 3 ABC എന്ന് പറഞ്ഞ 3 സ്ഫിയേഴ്സ് വരയ്ക്കും. നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം A = B = 2R ആണ് ഇതിൽ HCPയിൽ വരിക.
സി എന്ന് പറഞ്ഞാൽ 4 × 2/3 r ആയിരിക്കും. ആർ എന്ന് പറഞ്ഞാൽ അറ്റോമിക് റേഡിയസ് ആണ്. റേഡിയസ് നമ്മൾ ആർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. ആൽഫയും ബീറ്റയും 90 ആയിരിക്കും, ഗാമ 120 ആയിരിക്കും. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുക 74% ആണ്. പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് HCP എന്ന് പറഞ്ഞാൽ 74% ആണ് പാക്കിംഗ് എഫിഷ്യൻസി. ബാക്കി എന്തായിരിക്കും? അത്രയും സ്പേസ് വാക്കൻ്റ് ആയിരിക്കും. അപ്പോൾ HCPയുടെ പാക്കിംഗ് എഫിഷ്യൻസി 74 ആയിരിക്കും. നെക്സ്റ്റ് ക്ലോസ് പാക്കിംഗ് ഇൻ BCC, ബോഡി സെൻറ്റേഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിലെ ക്ലോസ് പാക്കിംഗ്. നമുക്കറിയാം ഇവിടെ ബോഡിയുടെ സെൻറ്ററിലുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു പിക്ചർ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കേസിൽ നമുക്ക് ഒരു ആംഗിൾ കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് സ്ഫിയേഴ്സ് എന്ന് പറഞ്ഞാൽ BCCയിൽ 2 ആയിരിക്കും. വോളിയം ഓഫ് ദി 1 സ്ഫിയർ എന്ന് പറഞ്ഞാൽ 4/3πr³ ആണ്. അപ്പോൾ 2 സ്ഫിയർ എന്ന് പറഞ്ഞാൽ 8 × 3/3πr³ ആയിരിക്കും. പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 8/3πr³ ഡിവൈഡഡ് ബൈ 64r³ ഡിവൈഡ് ബൈ 3√3. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുക 0.68 ആണ്. ഇപ്പോൾ പെർസെൻറ്റേജ് 48%. അപ്പോൾ നമുക്ക് ഈ കാൽക്കുലേഷൻസിൽ ഈ പെർസെൻറ്റേജ് മതി. 48% ആണ് ഇവിടുത്തെ പാക്കിംഗ് എഫിഷ്യൻസി, BCCയിലെ പാക്കിംഗ് എഫിഷ്യൻസി. നെക്സ്റ്റ് സിമ്പിൾ ക്യൂബിക്കിലെ പാക്കിംഗ് എഫിഷ്യൻസി. പാക്കിംഗ് എഫിഷ്യൻസി ഇൻ സിമ്പിൾ ക്യൂബിക്. സിമ്പിൾ ക്യൂബിക്കിൽ നമുക്കറിയാം A = 2r ആയിരിക്കും. A = 2r ആയിരിക്കും. അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ 1 ആണ്, നമുക്കറിയുന്ന പോലെ തന്നെ. വോളിയം എന്ന് പറഞ്ഞാൽ 4/3πr³ ആയിരിക്കും. ക്യൂബിൻ്റെത് A³ ആണ്. അപ്പോൾ 8r³ കിട്ടും. അപ്പം പാക്കിംഗ് എഫിഷ്യൻസി നമുക്ക് കിട്ടുക 4/3πr³ ഡിവൈഡ് ബൈ 8r³. സോ 5/6 കിട്ടും. ഇത് നമുക്ക് കാൽക്കുലേറ്റ് കിട്ടുക 0.524 ആണ്. ഇപ്പോൾ ഒരു പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്താൽ 52.4%, 52.4% ആയിരിക്കും ഇതിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി. 52.4% ആണ് സിമ്പിൾ ക്യൂബിക്കിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി. കൂടുതൽ പാക്കിംഗ് എഫിഷ്യൻസി ഉള്ളത് ഏറ്റവും നന്നായിട്ട് പാർട്ടിക്കിൾ ഒക്യുപ്പൈ ചെയ്യുന്നത് HCP അല്ലെങ്കിൽ HCP ആൻഡ് CCPയിലാണ്. പിന്നെ BCC ആണ്. പിന്നെയാണ് സിമ്പിൾ ക്യൂബിക്ക്. സിമ്പിൾ ക്യൂബിക്കിൽ ഓൺലി 52% മാത്രമേ പാക്കിംഗ് എഫിഷ്യൻസി ഉള്ളൂ. ബാക്കി സ്പേസ് ഒക്കെ എന്തായിരിക്കും? വാക്കൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഡെൻസിറ്റി ഓഫ് എ ക്രിസ്റ്റൽ. ഒരു സോളിഡ് ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി ഇക്വേഷൻ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. റോസ് ഈക്വൽ ടു Zm/Na³. റോസ് ഈക്വൽ ടു Zm/Na³ ആണ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ 1 യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലുള്ള നമ്പർ ഓഫ് ആറ്റംസ്. FCCയിലും BCCയിലും സിമ്പിൾ ക്യൂബിക് നമ്മൾ പറഞ്ഞു. സിമ്പിൾ ക്യൂബിക്കിൽ 1 ആണ്, BCCയിൽ 2 ആണ്, FCCയിൽ 4 ആണ്. അതാണ് Z. ദെൻ M എന്ന് പറഞ്ഞാൽ മോളാർ മാസ്, ക്രിസ്റ്റലിൻ്റെ മോളാർ മാസ്. ദെൻ Na എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ. Na അവോഗാഡ്രോ നമ്പർ. A എന്ന് പറഞ്ഞാൽ സെൽ എഡ്ജ് ആണ്. A³ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി ക്യൂബ് ആയിരിക്കും. സെൽ എഡ്ജ്. ഒരു ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷനാണ് Zm/Na³. നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ, പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്ലോസ് പാക്കിംഗ് ആണ്. 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ. ദെൻ പാക്കിംഗ് എഫിഷ്യൻസി, ദെൻ വോയിഡ്സ്, ദെൻ ഫോർമുല ഫോർ ദി ഡെൻസിറ്റി. ദെൻ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗം ഇൻപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും.